ഇത് അഷ്ടമുടിക്കായലിൻ്റെ ഒരു കൈവഴിയാണ്, അരവിള. ഇവിടെ കക്ക എടുക്കുന്ന തൊഴിലാളികളുണ്ട്. അഷ്ടമുടിക്കായലിലെ കക്ക എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി തന്നെ വളരെ പേറ്റന്റുള്ള ഒന്നാണ്. ഇത് വർഷത്തിലെ ചില അവസരങ്ങളിൽ ചില മാസങ്ങളിൽ കൂടുതലായിട്ട് കിട്ടുകയും ചിലപ്പോൾ കുറവായി കിട്ടുകയും ചെയ്യും. ഇതിന് വിദേശ വിപണിയിലും ഒക്കെ വലിയ മാർക്കറ്റുള്ള ഇനം കക്കയാണ്. അഷ്ടമുടിക്കായലിലെ കക്ക വളരെ പ്രത്യേകതയാർന്നതാണ്. ഇത് പിടിക്കുന്ന നിരവധി തൊഴിലാളികൾ ഇവിടെ ഈ കടവിലും ഈ തീരത്തും. ഇത് ഇത് ഈ മാസം എങ്ങനെയാ ചേട്ടാ ഈ കക്ക കിട്ടുന്നത്? ഈ മാസം കുറച്ച് പണികളുണ്ടാവും. നമുക്ക് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 3 മാസം നിരോധനം. പണി. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതിലൊന്നും ചെയ്യരുതല്ലേ? എടുക്കത്തില്ലേ? അപ്പൊ അത് ആ സമയത്ത് വളരുമോ? എങ്ങനെയാ? ആ സമയത്ത് വിത്ത് വീഴുന്ന സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ പിന്നെ എടുപ്പില്ല. ഇതെങ്ങനെയാ എടുക്കുന്നത്? ഇത് കായലിൽ നിന്ന് തൂര് കൊണ്ടുപോയിട്ട് ആ തൂര് നോക്കട്ടെ. വെട്ടിയെടുക്കുന്നത് മുങ്ങിപ്പോയി. എവിടെ ഇത് മണ്ണിലാണോ പറ്റിയിരിക്കുന്നത് അതോ ചെളിയിൽ? മണ്ണിൽ. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നിറയെ ഓട്ടിയും കിട്ടുന്നുണ്ടല്ലോ. അതെന്ത് ആ തിരിച്ചു കളയുമോ അതോ ഈ ഓട്ടി എന്തിനുപയോഗിക്കും? ഓട്ടി വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. 220 രൂപയുണ്ട്. അപ്പൊ ഈ അഷ്ടമുടിക്കായലിലെ കക്ക ഇടക്കാലത്ത് കുറവായിരുന്നു. ഇപ്പൊ ഈ കൊല്ലം കുറഞ്ഞ പണിയുണ്ട്. ഈ മണല് ഒരുപാട് നാഷണൽ ഹൈവേക്കും മറ്റുമൊക്കെ മണലെടുക്കുന്നുണ്ടല്ലോ കായലിൽ. അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? അതൊന്നും ബാധിക്കത്തില്ല. ഇത് കുറയുന്നത് എന്തുകൊണ്ടാ? കുറയുന്നത് ചില സമയങ്ങളിൽ ഇത് വീഴത്തില്ല. ഈ ശരാശരി ഇത് എവിടെയാണ് ഇതിന്റെ മാർക്കറ്റ്? കോഴിക്കോട്, കണ്ണൂരൊക്കെ ഗോവയ്ക്ക് പോകുന്നു പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ഗോവയ്ക്ക് ഇവിടുന്ന്? ഗോവയ്ക്ക് ഇവിടുന്ന് അവർക്ക് അറിയുള്ളൂ, ഏജന്റുമാർക്ക് അറിയുള്ളൂ. ആരാ ഇത് എടുക്കുന്നത്? പൊടിമോൻ എടുക്കുന്നുണ്ട്, ദാസൻ എടുക്കുന്നുണ്ട്, ജോസ്, ഒരു 3-4 പേര് എടുക്കുന്നുണ്ട്. ഇത് എടുത്തിട്ട് ജീവനോടാണ് ഇത് കൊണ്ടുപോകുന്നത്? ആ തോളോട് നമ്മള് കൊട്ടയിൽ വെച്ചൊക്കെ കണ്ടില്ല. അങ്ങനെ തന്നെ ചാക്കി കയറ്റി കൊടുക്കും. എങ്ങോട്ട്? ഇത് കായലിൽ നിന്ന് വാരിയ കക്കയാണ്. അപ്പോൾ അതിൻ്റെയോടൊപ്പമുള്ള ഈ ഓട്ടി അത് പ്രത്യേകം മാറ്റുകയും അത് പ്രത്യേകം ഈ ചുണ്ണാമ്പിനും അങ്ങനെ ഇതിനൊക്കെ ഉപയോഗിച്ചു. ഈ കുമ്മായം അല്ലേ? കുമ്മായത്തിനല്ലേ പണ്ട് ഇവിടെ ഇത് നീറ്റുന്ന ഒരു വലിയ സംവിധാനം തന്നെ ഉണ്ടായിരുന്നു. വളരെ വ്യാപകമായി ഈ ഓട്ടിയും ഒക്കെ എടുത്ത് നീറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അല്ലേ പണ്ട്? ഇപ്പോഴും ഉണ്ടോ നീറ്റുന്ന ഇപ്പോഴും ഉണ്ടോ? ഇതിവിടെ ഇവരുടെ വള്ളങ്ങളാണ്. യന്ത്രവൽകൃത ബോട്ടുകൾക്കൊപ്പം തന്നെ ഇവിടെ ഈ കായൽ പണി ചെയ്യുന്നവരുടെ വള്ളങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ കായല് സാമ്പ്രാണിക്കോടിയും ഒക്കെ തൊട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇങ്ങനെ അത് എടുക്കുന്നവരും അവരുടെ ഒരു വലിയൊരു മേഖലയാണ്. ഇത് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് ഏജന്റുമാരെടുത്തിട്ട് നേരെ ഗോവയിലേക്ക് പോകും. ഗോവയിലെ മാർക്കറ്റിലും മറ്റും ഇതിന് വളരെ ഡിമാൻഡാണ്. അപ്പോൾ ഇത് എടുത്ത് ജീവനോടുകൂടി തന്നെ ഇതിന്റെ ചെറിയ വെള്ളത്തിൽ ഇട്ട് അങ്ങനെ ചാക്കിൽ കെട്ടി അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇത് ജീവനോടുകൂടി തന്നെ 24 മണിക്കൂർ 48 മണിക്കൂറിനുള്ളിൽ ഇത് മാർക്കറ്റിലെത്തിക്കുന്ന തരത്തിലാണ് ഇതിന്റെ വിപണനം. നിങ്ങളുടെ ഒരു ജീവിതം എങ്ങനെയാണ് ഇതുകൊണ്ട്? ഈ പണി മാത്രമേ ഉള്ളൂ അതോ നിങ്ങൾ വേറെ മത്സ്യബന്ധനമുണ്ടോ?
ഇതേ സമയത്ത് തന്നെ യന്ത്രവൽകൃത മത്സ്യബന്ധന ഈ ട്രോളിംഗ് ബോട്ടുകളിലെ പണിക്കും സീസൺ സമയത്ത് അങ്ങനെ ആ ബോട്ടിലെ പണികൾക്കും ഇവർ പോകാറുണ്ട്. അപ്പോൾ അത് മാറിയും തിരിഞ്ഞും കായലിലെയും കടലിലെയും പണികൾ ചെയ്യുന്നൊരു തരത്തിലാണ്. എന്താ അങ്ങയുടെ പേരെന്താ? അനില് ഇതുപോലെ കായലിലെയും കടലിലെയും പണി ചെയ്ത് ഉപജീവനം നടത്തുന്ന ഒരു തൊഴിലാളിയാണ്. ഇത് നല്ല രുചികരമാണോ ഇതെടുത്ത്? നല്ല ടേസ്റ്റ്. മുരിങ്ങ കിട്ടാറില്ലേ? മുരിങ്ങ ഇതിന് യഥാർത്ഥത്തിൽ മുങ്ങണ്ട അല്ലേ? മുങ്ങണോ ഇത് നിങ്ങൾക്ക്? എത്ര സമയം വെള്ളത്തിന്റെ അടിയിലിരിക്കും? 1/2 മിനിറ്റ് 3/4 മിനിറ്റൊക്കെ ഇരിക്കത്തുള്ളൂ. നമ്മൾ കുറച്ചു നേരം പണി 2-3-4 മണിക്കൂർ പണിഞ്ഞിട്ടൊക്കെ വരുന്നത്. എങ്ങനെ ഇതിന്റെ ഒരു സമയം, നിങ്ങളുടെ ജോലി സമയം? രാവിലെ വെള്ളത്തിന്റെ ഒഴുക്കനുസരിച്ചുള്ള. അതെപ്പോഴാണ് സാറിന് നിങ്ങൾ പണിക്ക് പോകുന്നത്? അതിപ്പം രാവിലെ ഇറക്കം നിൽക്കും. വലിയ ഇറക്കം നിൽക്കുമ്പോഴേ പണിയാൻ പറ്റത്തുള്ളൂ. ഏറ്റത്തിന് പണിയാൻ പറ്റത്തില്ല. കാലൊക്കെ വെള്ളം കാണും കടലില്. അപ്പൊ ഇത് ഇറക്ക സമയത്താ പണിയുന്നത്? എത്ര പേരാ നിങ്ങളോടൊപ്പം വരുന്നത്? 2 പേരാണോ? ഈ വള്ളത്തിന് ഇത് തടി വെള്ളമല്ലേ? ഇപ്പൊ തടിവെള്ളം സാധാരണ ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു അല്ലേ? ഇതിന് വല ഉണ്ട്. വലയും കൊണ്ട് പോകുന്നവര് എല്ലാവർക്കും ഉണ്ട്. വേറെ കല്ലുമേക്കാട് പണിക്ക് പോകുന്നവരുണ്ട്. അഷ്ടമുടി കായലിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാ നിങ്ങളെ സംബന്ധിച്ച്? പണ്ട് അഷ്ടമുടി കായലിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എങ്ങനെയാ? ഇപ്പം വലിയ കുഴപ്പമില്ല. കാര്യം എല്ലാവർക്കും കുറഞ്ഞ പണിയും കാര്യങ്ങളും ഉണ്ട്. കല്ലുമേക്കാട് പണിയും എല്ലാം ഉണ്ട്. ഒരു പണി അല്ലെങ്കിൽ ഒരു പണി ഇപ്പം ഉണ്ട്. കായൽ മലിനമാക്കുന്ന പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ ഇപ്പൊ ഇവിടെ കോർപ്പറേഷന്റെ ഇത് കൊണ്ടിട്ടിട്ടുണ്ട്. അതിന്റെ അകത്ത് ഇപ്പൊ എല്ലാവരും ഒരുമാതിരിപ്പെട്ട കൊണ്ടിടുന്നതാണ്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ കൊണ്ടിടുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് കിലോയുടെ വില എങ്ങനെയാ ഇപ്പം? കിലോ 42 രൂപ വില വീഴും. നമുക്കിപ്പോ ഇത്രയും ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ ഇതിനകത്ത് യഥാർത്ഥത്തിലേക്ക് കക്കായിട്ട് എത്ര കിലോളം കിട്ടും? ഒരു 10-70-80 കിലോ കിട്ടത്തുള്ളൂ. എത്ര മണിക്കൂർ നേരത്തെ പരിശ്രമമാണ്? ഒരു 3-4 മണിക്കൂർ. പിന്നെ ഇനിയിപ്പോ ഇവിടെ പണിയില്ല. ഇതെല്ലാം പുറക്കിയെടുക്കണം. ഇത് സീസണാണോ? ഇപ്പൊ സീസണൊന്നും അല്ല. സീസണൊക്കെ കഴിഞ്ഞു. സീസൺ ഏത് മാസമാണ്? സീസൺ മാർച്ച് 1-ാം തീയതി ഓപ്പൺ ആകുമ്പോ സീസൺ. മാർച്ച് 1. ഇത് സർക്കാരായിട്ടാണോ നിയന്ത്രണം? 3 മാസം നിയന്ത്രണം അല്ലേ? സർക്കാരായിട്ടാണ് 3 മാസം നിരോധനം. അത് ഇതിന്റെ മുടിക്കുന്ന മുടിക്കുന്ന സാധനം അത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ മട്ട് നിറഞ്ഞില്ലെങ്കിൽ സാധനം കിട്ടത്തില്ല. സാധനം നമുക്ക് വീഴത്തില്ല. അതുകൊണ്ട് എങ്ങനെ മട്ടും വെള്ളം കടലിൽ നിന്ന് കയറുന്ന വെള്ളത്തിലാണ് ഇത് ഞുടിക്കുന്നത്. അന്നേരം ആ സമയങ്ങളിലെന്ന് പറഞ്ഞാൽ ഈ മട്ടും വെള്ളം കയറുന്ന സമയം. അതുകൊണ്ട് ഇത് 1-2 എണ്ണം ഒന്ന് എടുത്ത് കാണിക്കുക. പല കളറിലുള്ള ചെറുതും. ഇത് ഇതിന്റെ പ്രത്യേകത ചെറുതും വലുതും ഉണ്ടല്ലോ. ചെറുതും വലുതെല്ലാം കൂടാണ് ഇപ്പൊ എടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഞങ്ങൾ ഉപയോഗിക്കും. ഞങ്ങള് കറി വെക്കും. ഇത് ഈ തീരമേഖലയിൽ ഉദ്ദേശം 10,000-ത്തിലധികം വള്ളങ്ങളുണ്ടാവും അല്ലേ? ഇല്ല, അത്രയൊന്നുമില്ല. ഇവിടെ നമ്മളവിടെ മുക്കാടും എല്ലാം കൂടെ ഒരു 10-60, പിന്നെ തെക്കുമ്പോ എല്ലാം കൂടെ ഒരു 100 വള്ളം. 100-150 വള്ളങ്ങളും അതിനോടനുബന്ധിച്ച് ഈ 2 ജോലിക്കാരും ഉള്ള ഒരു മത്സ്യബന്ധനമാണ്. ഇൻലാൻഡ് ഫിഷിംഗ് ആണ് ഇത്. കക്ക എന്ന് പറയുന്നത് ഇത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു ഭക്ഷ്യയോഗ്യമാണ്. വളരെ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ആണ് ഇതിന്റെ ഇറച്ചിക്ക്. അപ്പൊ ഇത് വളരെ പ്രിയപ്പെട്ടാണ് പലർക്കും. വളരെ പ്രിയപ്പെട്ടാണ്. വളരെ പ്രമുഖരായ പല ആൾക്കാരും ഇത് സ്ഥിരമായി വാങ്ങുകയും കഴിക്കുകയും ഒക്കെ ചെയ്യാറുള്ള ഒരു മത്സ്യ ഇനമാണ് ഈ കക്ക. അപ്പൊ ഇത്
ഇവരുടെ ഒരു ഉപജീവനമാണ്. അഷ്ടമുടി കായലിന്റെ ഒരു കക്ക എന്ന് പറയുന്നത് ഇതിന് ഒരു പ്രത്യേക ഇന്റർനാഷണൽ വിപണിയിലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വിപണിയിലും വളരെ മൂല്യമുള്ള ഒന്നാണ് ഈ കക്ക. അപ്പോൾ ഇത് സർക്കാരും അതിന്റെ ഒരു പ്രത്യേക കാലയളവിൽ ഇതിന് നിരോധനം വരുത്തി ഇതിന് പ്രചരണം നടത്തി ഇത് ഉൽപ്പാദനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നു.